ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിതചിത് ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ യം ശൈവാസ്സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തത്സത്. ജയഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ ഓങ്കാരം ജപിക്കുക. നിങ്ങളെല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ. ഇരിക്കണം എന്നുള്ളതൊരു ആവശ്യമാണ്. കഷ്ടപ്പെടും വേണ്ട. ആകാവുന്നിടത്തോളം കണ്ണടച്ച് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഈ ജപത്തിനൊപ്പം നിങ്ങളുടെ മനസ്സ് ആഗോള വ്യാപകമായി തീരണം. ഇതിൻ്റെ പ്രസരണം സർവ്വസ്ഥലങ്ങളിലും എത്തി അതിൻ്റെ മംഗള സ്വാധീനം ചെലുത്തുകയും വേണം. ഹരി ഹരി. ഓ ഹരി ഓം തത്സത്. ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകം സമദുഃഖ സുഖഃ പൂർണ്ണഃ. എന്താ എല്ലാവരും ജപിക്കണില്ല എന്നൊരു തോന്നൽ എനിക്ക്. ഞാനിത് ചൊല്ലുന്നത് നിങ്ങൾക്ക് കൂടെ ചൊല്ലാനാണ്. അത് ഈ ശ്രവണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. എന്താ കുട്ടികളും കൂടി നിങ്ങളെക്കാളധികം പറഞ്ഞാൽ കേൾക്കും. കുട്ടികളെ പറഞ്ഞത് കേൾപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ കുട്ടികളെ പെറ്റു വളർത്തുന്ന നിങ്ങൾക്ക് പോലും ഇതൊന്നും അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തത്വസമീക്ഷ നടത്തണമെന്ന് വരെ എനിക്ക് തോന്നിപ്പോവാം. സുഖദുഃഖ സുഖഃ പൂർണ്ണഃ സമദുഃഖ സുഖഃ പൂർണ്ണഃ സമദുഃഖ സുഖഃ പൂർണ്ണഃ സമദുഃഖ
സമദുഃഖസുഖഃ പൂർണ്ണഃ ആശാനൈരാശ്യയോः സമഃ ആശാനൈരാശ്യയോः സമഃ സമജീവിതമൃത്യുഃ സൻ സമജീവിതമൃത്യുഃ സൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ ന തേ സംഗോസ്തി കേനാപി ന തേ സംഗോസ്തി കേനാപി ന തേ സംഗോസ്തി കേനാപി ന തേ സംഗോസ്തി കേനാപി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി കിം ശുദ്ധം വ്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ സംഘാതവിലയൻ കുർവൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ. ഈ 5-ാമത്തെ അധ്യായമുണ്ടല്ലോ അഷ്ടാവക്ര സംഹിതയിൽ, ഇതിലെല്ലാം കൂടി 4 ശ്ലോകമേ ഉള്ളൂ. ഇതിലത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഈ ലോകത്തിൽ നമുക്കുള്ള അനുഭവം ഇവിടെ പലതുണ്ട് 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 എന്നാണ്. ഈ പലതുണ്ട് എന്നുള്ള അനുഭവം എവിടെയാണെന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. പലതുണ്ട് എന്നൊരു പ്രതീതി, ഒരനുഭവം എവിടെയാണത്? നോക്കിക്കാണുന്ന അനുഭവിക്കുന്നവൻ്റെ മനസ്സിലാണ്. മനസ്സെന്ന് പറയുമ്പോൾ ശരീരത്തിലല്ല, ശരീരത്തിൻ്റെ ഉൾഭാഗത്താണ്. പലപ്പോഴും പറയുണ്ടായി, ഈ മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമല്ല. ശരീരം സ്ഥൂല വസ്തുക്കളെല്ലാം കൂടിച്ചേർന്ന ഒരു വിശേഷപ്പെട്ട സംഘാതമാണ്. അതിൻ്റെ അംശമല്ല മനസ്സ്, അതിൻ്റെ ഭാഗവുമല്ല. ദ്രവ്യോർജങ്ങളുടെ സംഘാതമാണ് മനസ്സ്. ദ്രവ്യത്തിനുമില്ല ഊർജത്തിനുമില്ല മനസ്സ് ചെയ്യുന്നതായ ആ സംവേദന കാര്യങ്ങളൊന്നും. അത് രണ്ടും ജഡമാണ്, ദ്രവ്യവും ഊർജവും. അപ്പോൾ ദ്രവ്യോർജ സംഘാതമായ ശരീരത്തിൻ്റെ എങ്ങനെ ഒരു ഭാഗമാകും മനസ്സ്? അത് ഉണരുന്നുണ്ടല്ലോ, ചിന്തിക്കുന്നുണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ, സംവേദനക്ഷമതയുണ്ടല്ലോ അതിന്. അപ്പോൾ ആ മനസ്സ് വേറെ ഒന്നാണ്. പൊരുൾ എന്നുള്ള നിലയ്ക്ക് അത് വേറെയാണ്. പക്ഷേ ശരീരത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഇപ്പം നമ്മുടെ വീടുകളിലെ വാട്ടർ ടാപ്പുകളൊക്കെ ഉണ്ട്. ആ വാട്ടർ ടാപ്പുകളിൽ ഒഴുകുന്ന വെള്ളം ആ ടാപ്പോട് കൂടി ബന്ധപ്പെട്ടതോ അതിൻ്റെ ഭാഗമോ ആണോ? അല്ലല്ലോ. അതുമാതിരി ഇലക്ട്രിസിറ്റി ഉണ്ട്. ഒന്നിലോ കോപ്പർ, ചെമ്പ് അല്ലെങ്കിൽ അലുമിനിയം, അതാണ് നമ്മുടെ വയറ് കണ്ടക്ടേഴ്സൊക്കെ. അതിൽ പ്രവഹിച്ച് സഞ്ചരിച്ചു പോകുന്ന ഇലക്ട്രിസിറ്റി, വിദ്യുത് ശക്തി ഉണ്ടല്ലോ, അത് അതിൻ്റെ ഭാഗമാണെന്നോ അവയവമാണെന്നോ പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം നമ്മളുടെ റോഡിൽ ഓടുന്ന വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളും ആ ടയറിങ്ങനെ ഓടിപ്പോണത് അത് ഭൂമിയോട് കൂടി ഒട്ടു നിൽക്കുന്നതോ ഭൂമിയുടെയോ ഭാഗമല്ല. അതുപോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമല്ല. അല്ല 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 ശരീരത്തോടു കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. ആ ശരീരത്തിൽ മനസ്സിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ശരീരം പ്രവർത്തനക്ഷമമാകൂ. അതിന് എന്തെങ്കിലും പ്രവർത്തിക്കാനോ സമ്പർക്കം പുലർത്താനോ പറ്റൂ. ആ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ 5 ലോകവസ്തുക്കളുമായി സമ്പർക്കങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് ലോകാനുഭവം ഉണ്ടാവുന്നത്. ആ അനുഭവത്തെയാണ് നമ്മൾ അനേകം 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 എന്നിങ്ങനെ പറയുന്നത്. അനേകം എന്നിങ്ങനെ പറയുന്നത്. ഈ അനേകം ഇവിടെ ഉണ്ടോ എന്നൊരു ചോദ്യം വരുന്നു. എന്താ ആ ചോദ്യത്തിന് കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അനേകമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗതമായിരിക്കുന്ന മനസ്സാണ്. വ്യക്തിഗതമായ മനസ്സാണ്, വ്യക്തീയമായ മനസ്സ്. വ്യക്തി എന്ന് പറയുമ്പോൾ ഈ സംഘാതത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നമ്പറാണ് 1 എന്ന് പറയുന്നതാണ് ഈ വ്യക്തി. ഇൻഡിവിജ്വൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. An individual by his very nature is undivided. He cannot be divided at all.
That is the finest or the absolute nature of an existence. ഒരു സെല്ല് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈന്യൂട്ട് ഫോം ഒറ്റയ്ക്കായി. ഒറ്റയ്ക്ക് നമ്മൾ ജീവിക്കുന്നത് ഓരോ വ്യക്തിയായിട്ടാണ്. ആ വ്യക്തിയുടെ അപ്പുറം പിന്നെ ഒരു ഒറ്റയുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പെരുക്കങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത് മുഴുവനും. ഇൻഡിവിജ്വലാണ് ഒരു സംഖ്യ, അവസാനത്തെ ഒരു പൊരുളെന്ന് പറയാം. ആ ഒരു വ്യക്തി ഉണ്ടാവണമെങ്കിൽ ഒരു കുടുംബം വേണം. കുടുംബം എന്ന് പറയുന്നത് വ്യക്തിയുടെ പെരുക്കമാണ്. ആ പെരുക്കമുണ്ടെങ്കിലേ വ്യക്തി ജനിക്കൂ. ആ വ്യക്തികൾ വർദ്ധിക്കുമ്പോഴാണ് കുടുംബമാകുന്നത്. കുടുംബങ്ങൾ വർദ്ധിക്കുമ്പോൾ സമുദായത്തിൻ്റെ ഓരോരോ ഭാഗമായി തീരുന്നു. അവർ കൂടിച്ചേരുമ്പോൾ ഒരു രാഷ്ട്രമാകുന്നു. രാഷ്ട്രം കൂടിച്ചേർന്നാൽ വിശ്വമായി തീരുന്നു. നമ്മൾ പറയുന്ന വിശ്വം ഭൂമിയിലുള്ളതാണ്. അതാണ് നമ്മുടെ കണക്ക്. എന്നാൽ എത്രയോ ഗോളങ്ങൾ കൂടിച്ചേർന്നതാണ് ഈ വിശ്വം. ആ വിശ്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അതിർത്തിയൊന്നുമില്ല. പക്ഷേ അതിലെല്ലാറ്റിലും ആ ഒടുക്കത്തെ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞ പോലെ കേന്ദ്രബിന്ദുവാണ് ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ മനസ്സിലാണ് ഈ അനുഭവം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പം വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന അനുഭവം അനവധിയായി അനേകമായി എന്ന് പറയുമ്പോൾ ആ അനേകം ഒരു വാസ്തവമാണോ വസ്തുനിഷ്ഠമാണോ എന്നൊരു പരിശോധനയ്ക്ക് പ്രസക്തിയുണ്ട്, അവിടെ ആവശ്യമാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് വേറെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി തന്നെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഞാൻ എന്ന വാക്ക്. ആ ഞാൻ ഒന്നാണെങ്കിലും ആ ഞാനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ അനവധി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉറങ്ങി, ഞാൻ ഉണർന്നു, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ പോയി, ഞാൻ വന്നു, ഞാൻ സംസാരിച്ചു, ഞാൻ കേട്ടു, ഞാൻ ചിന്തിച്ചു, എനിക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ എല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിലെല്ലാറ്റിലും ഈ ഞാൻ അടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ ഒറ്റയായിരിക്കേ ആ ഒറ്റയാന് അനവധി അനുഭവം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ഉണ്ടോ ഇല്ലയോ, അനവധി എന്നുള്ളത് തോന്നലാണോ എന്നൊരു വിചിന്തനത്തിന് സ്ഥാനമുണ്ട്. ഇവിടെ പറയുകയാണ് അധ്യാത്മത്തിലെല്ലാം പറയുന്നത് എന്താ, എല്ലാം കൂടി ഒന്ന് എന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ സർവ്വ പൊല്ലാപ്പുകളും തീർന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു അനുഭവത്തിനെ പരിശോധിക്കാനുള്ള പ്രചോദനം വ്യക്തിയമാണ്. അനുഭവം നമ്മുടെ ഉള്ളിലാണ്. അനുഭവം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്ര സ്ഥലം ഉണ്ടാവും? വളരെ ചുരുങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലത്തിലാണ് ഈ വിശ്വത്തിൻ്റെ പരപ്പ് മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ വിശ്വപ്പരപ്പ് എങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുക? അവിടെ ഉണ്ടാവുമോ? ശരീരം ഒരു 6 അടി സാമാന്യം പൊക്കമുണ്ട്, ഒരു 1.5 അടി 2 അടി വീതി ഉണ്ടാവാം, ഒരു ഒന്നിച്ചില്ലാനം അടി വണ്ണവും ഉണ്ടാവും. ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിൽ ലക്ഷോപലക്ഷം കോടാനുകോടി കിലോമീറ്റർ ദീർഘവിസ്താരങ്ങളുള്ള ഈ പ്രപഞ്ചവും അതിലുള്ള ദൂരങ്ങളും അനുഭവങ്ങളും വസ്തുക്കളും എങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം വരുന്നു. ഇവിടെ അഷ്ടാവകരനോട് പറയണത് എന്താ? കഥം ജ്ഞാനമവാപ്നോതി എന്നാണല്ലോ ചോദിച്ചത്. ആ ജ്ഞാനത്തിൻ്റെ പരിസമാപ്തി എവിടെയാ എന്ന് ചോദിച്ചാൽ എവിടെയാ? എല്ലാം കൂടി ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ്. ഇതിൻ്റെ മൂലപ്പൊരുൾ ഒന്ന് മാത്രം, ആ ഒന്നിൽ നിന്നുള്ള നിർഗമനമാണ് ബാക്കിയെല്ലാം എന്നുള്ളത് മനസ്സിലാവുമ്പോഴോ അപ്പോൾ നമുക്ക് ഭ്രമമില്ല, മോഹമില്ല, ആശയില്ല, നിരാശയില്ല, ഒന്നുമില്ല. ആപ്തകാമത്വം നമുക്ക് വരും. ആ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത് ഏവമേവ ലയം വ്രജ. നിൻ്റെ മനസ്സിൽ പലത് എന്നുള്ള പ്രതീതികളുണ്ടല്ലോ, അനുഭവങ്ങളുണ്ടല്ലോ. ആ അനുഭവങ്ങളെ മുഴുവനും കൂട്ടിച്ചേർത്ത് ലയിപ്പിച്ച് അസ്തമിപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തികച്ചും സാധിക്കും. ഇതാണ് സാധിക്കേണ്ടത്. സാധിക്കും എന്നുള്ളതിന് തെളിവെന്താ? ഞാൻ മുമ്പും പറയുണ്ടായി. ആരാണ് ഈ എഴുന്നേൽക്കുന്നത്? വ്യക്തി. എപ്പോഴാണ്? സാധാരണ നിലയ്ക്ക് കാലത്ത് ഷിഫ്റ്റ് വർക്കിൽ ജോലി ചെയ്യാത്ത ആളാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഏതാണ്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞിരിക്കും. ആ ഉണരുന്നത് വ്യക്തിയാണ്. ഉണരുമ്പോഴാണ് ഈ അനേകം ഉദ്ഭവിക്കുന്നത്. അപ്പോൾ അനേകാനുഭവം ഉണ്ടാവുന്ന ഈ വ്യക്തി അനേകം മുഴുവനും വിട്ട് ഒന്നുമില്ലാത്ത താൻ മാത്രമായ അനുഭവത്തിൽ ഒളിഞ്ഞോ അമർന്നോ ഇരിക്കുകയായിരുന്നു. അത് വിട്ട് ആ വ്യക്തി അങ്ങോട്ട് ഉണരുമ്പോഴാണ് ഈ അനേകം വരണത്. ആ അനേകം പിറ്റേ ദിവസം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അപ്പോഴും അതിനെ മാച്ചു കളഞ്ഞു.
അപ്പോൾ ഈ മായ്ക്കലും ഉദിക്കലും ഉണരലും ആരിലാണ് ഉണ്ടാവുന്നത്? ഈ വ്യക്തിയിലാണ്. അപ്പം നമ്മുടെ ഈ അനേകം എന്ന പ്രതീതി എല്ലാ സമയത്തും ഉണ്ടോ ചോദിച്ചാൽ ഇല്ലാൽ. 24 മണിക്കൂറാണ് ഒരു ദിനം. അതിൽ 17 മണിക്കൂർ നേരം നമുക്ക് അനേകബോധമുണ്ട്. 7 മണിക്കൂറോ 8 മണിക്കൂറോ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ അനേകം എങ്ങനെ ഉദിച്ചു പരിലസിച്ചുവോ അതേപോലെ അത് അസ്തമിച്ച് തിരോധാനവും ചെയ്യുന്നു. ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഉണർവിന് ഉദിപ്പിക്കാനും അസ്തമിപ്പിക്കാനുമുള്ള ശക്തി ഒരുപോലെ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങണതും എണീക്കണതും. കുറേ കഴിഞ്ഞാൽ ക്ഷീണം തോന്നി കിടന്നുറങ്ങണത് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം അനുസരിച്ചാണ് ഇത് ഉറക്കം നടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തു വേണം? ഉണർന്നിരിക്കുമ്പോൾ തന്നെ വിവേകം ഉപയോഗിച്ച് ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ എന്തു വേണം? ഈ ലയം അല്ലെങ്കിൽ ഈ അസ്തമനം ഉണ്ടാക്കി തീർക്കണം. അതാണ് ഈ ജ്ഞാനത്തിൻ്റെ രഹസ്യം. ജ്ഞാനസിദ്ധി, ജ്ഞാനസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ്. അത് സമ്പാദിക്കുന്നത് എങ്ങനെ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണു. എങ്ങനെ ജ്ഞാനം കിട്ടും എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? ജ്ഞാനം എന്ന് പറയണത് ബുദ്ധിക്ക് കിട്ടാനുള്ളതല്ല, നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും എല്ലാം കൂടി അനുഭവിച്ചറിയാനുള്ളതാണ്. ആ അനുഭവം ഇങ്ങനെയുള്ള വിലയരൂപത്തിലാണ് നേടേണ്ടത്. ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ ഇതി ജ്ഞാത്വൈകമാത്മാനം ഏവമേവ ലയം വ്രജ. ഈ ലയം വ്രജ എന്ന് പറഞ്ഞാൽ അതിനുള്ള അർത്ഥം എന്താ? നമ്മുടെ മനസ്സിൽ ഉണരുന്നതോടുകൂടി പലത് അനേകം എന്നുള്ള പ്രതീതി ഉണ്ടാവുന്നു. ആ പ്രതീതികൾക്ക് ആധാരമായിട്ടുള്ള 3 ഘടകങ്ങളാണ്. അതിനാണ് ത്രിപുടി എന്ന് പറയുക. എന്താണ് ഈ ത്രിപുടി? അനുഭവിക്കുന്നവൻ, അനുഭവിക്കൽ, അനുഭവിക്കപ്പെടുന്നത്. One is the seer, the other is the seeing, and the third is the seen or the visible. When the total differentiality between all the three disappears, becomes extinct totally, in their own source, in their own origin, then you are said to have had laya, dissolution. It is dissolution of the differentialness that you are experiencing. And the whole differentiality is based upon 3 fundamental factors. One is the experiencer, another is the experienced, and the third is the experiencing process. അനുഭവിക്കുന്നവൻ ഉണ്ടെങ്കിലേ അനുഭവം ഉണ്ടാവുള്ളൂ. അനുഭവിക്കുന്നവനും അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവിക്കപ്പെടുന്നതെന്തോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഉണരാനോ പറ്റുള്ളൂ. ഈ 3 എണ്ണം എന്നും എപ്പോഴും നിൽക്കുന്നതാണോ? അല്ല. നമ്മുടെ മനസ്സിൽ നിന്നൊരു വിചാരം നിർഗളിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ചിന്ത വന്നു എന്ന് പറയുമ്പോൾ വരുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ചിന്തയില്ലായ്മയിൽ നിന്നാണ് ചിന്ത നിർഗളിക്കുന്നത്. അത് കഴിഞ്ഞാലോ താമസിയാതെ അത് അസ്തമിക്കുന്നു, തിരോധാനം ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഉറവിടത്തിൽ നിന്ന്, സ്രോതസ്സിൽ നിന്ന് നിർഗളിച്ച് ക്ഷണികമാത്രമായി പരിലസിച്ച് അതിനുശേഷം എവിടുന്ന് ഉദിച്ചോ അവിടെ തന്നെ അസ്തമിക്കുന്നു. അപ്പോൾ ഒരു ചിന്തയുടെ 2 ഭാഗം അപ്പുറവും ഇപ്പുറവും ചിന്തയില്ലായ്മയാണ്. ചിന്തയില്ലായ്മ 2ഉം ചിന്ത ഒന്നുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സ്ഥിതി എന്താ? ചിന്തിക്കുന്നതോ ചിന്തിക്കാതെ ഇരിക്കുന്നതോ? എന്താ അവരും മിണ്ടാതെ? ഒന്ന് പറയുന്നപ്പാ ബുദ്ധിയുള്ളവരെ. നിങ്ങൾ ചിന്തിക്കുന്നവരോ ചിന്തിക്കാതെ ഇരിക്കുന്നവരോ? എന്താ അവരും മിണ്ടാതെ? ഒരു ചിന്ത വന്നു, ഒരു ചിന്തയ്ക്ക് അതിൻ്റെ മുൻപിൽ ചിന്തയില്ലായ്മയാണ്. അതിനെ തുടർന്ന് ഇനിയൊരു ചിന്ത വരണമെങ്കിൽ ഇത് അസ്തമിക്കണം. ഇത് അസ്തമിച്ചിട്ട് വേണം ഇനിയൊന്ന് ഉദിക്കാൻ. അപ്പോൾ ഓരോ ഉദയത്തിനും അപ്പുറത്തും ഇപ്പുറത്തും 2 അസ്തമനങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം, സഹജമായിട്ടുള്ള സ്ഥിതി എന്താ? അപ്പോൾ ഈ ലയം എന്ന് പറയുന്നത് അപ്രകൃതമാണെന്നോ അസ്വാഭാവികമാണെന്നോ അസമഞ്ജസമാണെന്നോ വിചാരിക്കരുത്. ഈ ത്രിപുടി എന്ന് പറയുന്നത് 3ഉം ഉണ്ടായി പരിലസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്.
നിങ്ങളുടെ മനസ്സാണ്, ചേതനയാണ്, ചൈതന്യമാണ്, ഉണർവാണ് അതിന് ആധാരം, അതിനടിസ്ഥാനം, അതിനധിഷ്ഠാനം. ആ അധിഷ്ഠാനത്തെ കൂടുതൽ കൂടുതൽ ഗ്രഹിച്ച് മനസ്സിലാക്കി സർവ്വചിന്തകളും ചിന്തയില്ലായ്മയിൽ നിന്നാണ് ഉത്പത്തി അതുകൊണ്ട് ഞാൻ ചിന്തയില്ലായ്മയിലേക്ക്, നിശ്ചിന്തതയിലേക്ക് പോകാം എന്ന് വിചാരിച്ച് സർവ്വചിന്തകളെയും അസ്തമിപ്പിക്കുക എന്നാണ് അഷ്ടാവക്ര മഹർഷി ഉപദേശിക്കുന്നത് ജനക മഹാരാജാവിന്. ഈ മഹാരാജാവ് ഉപായപ്പെട്ട ആളല്ല എന്ന് ഞാൻ പറയുണ്ടായി. ശ്രീകൃഷ്ണൻ ജനക മഹാരാജാവിനെ ഉദ്ധരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത്. അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു, രാജർഷി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്കാണ് വ്യാസദേവൻ ശുഗമുനിയെ, സ്വതവേ ശുഗമുനി പ്രബുദ്ധനാണ്, അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ട് കേട്ടിട്ട് ശുഗമഹർഷി പറയുകയാണ്, അച്ഛൻ ഈ പറയണത് മുഴുവൻ എനിക്കറിയാം, അപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഒന്നും അച്ഛന് തരാൻ പറ്റണില്ല എന്ന്. ഉടനെ അച്ഛന് കാര്യം മനസ്സിലായി, പരാജയം സമ്മതിച്ച് പറയുകയാണ്, നിന്നെ പഠിപ്പിക്കാൻ എന്നെക്കൊണ്ടാവില്ല എൻ്റെ പൊന്നുമോനെ, നീ ജനക മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയെന്ന്. ഈ കുട്ടി ജനക മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ജനക മഹാരാജാവ് വലിയൊരു ജ്ഞാനിയാണല്ലോ, അദ്ദേഹത്തിന് അറിയാം. രാജധാനിയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ 6 മാസം പുറത്ത് താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് അകത്തേക്ക് കിടത്തി. അവസാനം അന്തഃപുരത്തിലും കൂടി പാർപ്പിച്ചു എന്നാണ് പറയണത് 6 മാസം. അതിന് ശേഷം വിളിച്ച് ഒരു കസേരയൊക്കെ ഇട്ടുകൊടുത്ത് അവിടെ ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി. ശുഗമഹർഷി, അങ്ങ് വ്യാസദേവൻ്റെ പുത്രനാണ്, അങ്ങയുടെ പിതാവ് അങ്ങേ അറ്റത്ത് കിടപിടിക്കാൻ ആരുമില്ലാത്തത്ര വിശാലപ്പെട്ട ഒരു ജ്ഞാനിയാണ്. അങ്ങയ്ക്ക് സ്വതവേ ജ്ഞാനമുണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തന്ന സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേ ജ്ഞാനം ഞാൻ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് വ്യാസമഹർഷി ഒന്നും കൂടി, എല്ലാം കൂടി ജ്ഞാനം ഒന്നല്ലേ ഉള്ളൂ, അത് ഉപദേശിച്ചു. ഉപദേശിച്ച ശേഷം പറയുകയാണ്, അങ്ങയ്ക്ക് വളരെ ചെറുപ്പമാണ്, ആ ചെറുപ്പത്തിന് ശരീരത്തിൻ്റെ ഒരു തള്ളിച്ചയും ആ യുവത്വവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങയ്ക്ക് ആവശ്യം ജ്ഞാനമല്ല, ജ്ഞാനം അങ്ങയ്ക്കുണ്ട്. ഈ ജ്ഞാനം പ്രാവർത്തികമാക്കി ലോകത്തിൽ വിഷമമൊന്നുമില്ലാതെ തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി വ്യവഹാരക്ഷമമായി കഴിയണം എന്നുണ്ടെങ്കിൽ ഇതിന് നല്ല പോലെ ഒരു ഒതുക്കവും വണക്കവും ഒക്കെ വേണം. സംയമം എന്നൊരു ഗുണവിശേഷമുണ്ട്, അതാണ് അങ്ങയ്ക്ക് ആവശ്യം. അതുകൊണ്ട് ഇവിടുന്ന് പോയി സംയമം ശീലിക്കൂ. കുറേ കാലം സംയമം ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഉള്ളിലുള്ള ജ്ഞാനം തന്നെ ഈ സൂര്യനെ പോലെ ചുട്ടുപഴിപ്പിക്കുന്നതല്ലാതെ പൂർണ്ണ ചന്ദനെ പോലെ തണുപ്പിക്കുന്നതായിത്തീരും. എല്ലാവരും ഇഷ്ടപ്പെടും, അങ്ങയ്ക്കും ഇഷ്ടാവും എന്ന് പറഞ്ഞയച്ചു. അതാണ് ഒരു നിലയ്ക്ക് ഇവിടെയും പറയുന്നത്. ഏവമേവ ലയം വ്രജ. ഈ ഉള്ളിൽ നടക്കുന്ന ഈ ത്രിപുടി എന്ന് പറയുന്ന ആ the thinker, the thinking and the thought process. Generally you refer to a thought and you don't go into an explanation, a description or the genesis of a thought. Thought is actually an outcome. An outcome can follow only a process, a procedure, and the procedure has to be originating from a source. So the source is the thinker and the process is the thinking, and the thought is the outcome of the two. Thus there appears to be a threefold division in the very thought which you are interacting with, expressing in various ways. ആ തോട്ടിനെ ഒരു ഔട്ട്കമായി കണക്കാക്കി അതിനൊരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ആ തിങ്കിങ് പ്രോസസ്സ് തിങ്കറുടെ അഭിവ്യക്തിയാണ്, പ്രകടനമാണെന്ന് മനസ്സിലാക്കി. 3 എന്ന് പറയുന്ന വ്യത്യാസം ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഒന്നാണ് ഈ 3 ആകുന്നത് എന്നുള്ള ഒരു ഉറപ്പ് വന്ന് ശാന്തമായിട്ടിരിക്കുക. അതിനെ നിങ്ങൾ നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞോളൂ, അസംപ്രജ്ഞാത സമാധി എന്ന് പറഞ്ഞോളൂ, നിശ്ചല സമാധി എന്ന് പറഞ്ഞോളൂ, ജ്ഞാനം എന്ന് പറഞ്ഞോളൂ, എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള മനോവൃത്തികളെ മുഴുവനും ലയിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഈ ലോകം ഇല്ലാത്തതാണെന്നാണ് അടുത്ത് സംസാരിക്കുന്നത്. പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്തി അമലേ ത്വയി രജ്ജു സർപ്പ ഇവ വ്യക്തം ഏവമേവ ലയം വ്രജ.
പ്രത്യക്ഷമപ്യവസ്തുത്വാത് 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 പ്രത്യക്ഷമപി അവസ്തുത്വാത് അവസ്തുത്വാത് പ്രത്യക്ഷമപ്യവസ്തുത്വാത് പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്ത്യമലേ ത്വയി വിശ്വം നാസ്ത്യമലേ ത്വയി രജ്ജുസർപ്പ ഇവ വ്യക്തം രജ്ജുസർപ്പ ഇവ വ്യക്തം ഏവമേവ ലയം വ്രജ. ഏവമേവ ലയം വ്രജ. നിങ്ങളുടെ ബുദ്ധി ഒന്നിലോ നല്ല ശുദ്ധ ബുദ്ധിയായി തയ്യാറായി കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ശിശു സദൃശമായ ഒരു സ്വീകരണ മനസ്ഥിതിയോടുകൂടിയിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പറയണത് മനസ്സിലാവില്ല. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. സർവ്വ അനുഭവങ്ങളും നിങ്ങളുടെ മനസ്സിലാണ്. സർവ്വ അനുഭവങ്ങളും നിങ്ങളുടെ മനസ്സിലാണ്. ഒരനുഭവം ഇല്ലാതെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഒരനുഭവം ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു 7-8 മണിക്കൂർ. എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ പറയുന്നു ഞാൻ ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ്. അവിടുന്നാണ് എണീറ്റിട്ട് എല്ലാം അറിയുന്ന ഉണർവിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെയോ അതോ വേറെ വല്ലവരുടെയോ? എന്താ മിണ്ടാത്തെ? ഒന്ന് ഉറക്കം പറയും. ഞാൻ കാണുന്നത് വിശ്വം, സമ്മതിച്ചു. വിശ്വം എന്ന അനുഭവം വിശ്വത്തിൻ്റെയോ നിങ്ങളുടെയോ? സംശയമുണ്ടോ ആ കാര്യത്തിൽ? അപ്പോൾ നിങ്ങളല്ലേ വിശ്വമായി തീർന്നിരിക്കുന്നത്? ഇത് കേൾക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ധാരണയൊക്കെ പൊളിച്ചു തള്ളിക്കളയും. ഒരനുഭവമില്ലാതെ നമ്മൾ കിടന്നുറങ്ങണു, എന്നിട്ട് ഉണരണു. ഉണരുമ്പോൾ വിശ്വം മുഴുവനും നമ്മൾ അനുഭവിക്കണു. അപ്പോൾ ഈ വിശ്വാനുഭവം എന്ന് പറയണത് വേറെ വല്ല ഘടകത്തിൻ്റെയുമാണോ അതോ ഒന്നുമറിയാതെ കിടന്നുറങ്ങിയവൻ ഉണർന്നപ്പോൾ ആ ഉണർന്നവനുള്ള അനുഭവമോ? അപ്പോൾ ഇവിടെ ആരാ വിശ്വമായിരിക്കണത്? ഒന്നുമല്ലാത്ത നിങ്ങൾ വിശ്വമായി തീർന്നത് കൊണ്ടല്ലേ വിശ്വാനുഭവം നിങ്ങൾക്കുണ്ടായത്. ഇപ്പം ഞാൻ വിശ്വത്തിനെ അനുഭവിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു പുസ്തകം പിടിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന് വിശ്വാനുഭവം ഉണ്ടോ? എൻ്റെ വീട്ടിനുണ്ടോ? എൻ്റെ കയ്യിലുള്ള പെന്നിനുണ്ടോ? അപ്പോൾ ഈ അനുഭവം ഉണ്ടാവുന്നത് വ്യക്തിക്കാണ്. ആ വ്യക്തിക്ക് ഒരനുഭവമില്ലാതെയാണ് കിടന്നുറങ്ങിയത്. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ആരോ ഒരനുഭവമില്ലാതെ 7 മണിക്കൂർ കിടന്നു, ആ ആളാണ് എണീറ്റിട്ട് വിശ്വം മുഴുവനും അനുഭവിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാനുഭവം എന്ന് പറയുന്ന പരിണത ഫലമോ അല്ലെങ്കിൽ വ്യത്യാസമോ ആർക്കുണ്ടാകുന്നു? വ്യക്തിക്ക്. അപ്പം വ്യക്തിയല്ലേ ഇവിടെ രൂപാന്തരപ്പെട്ടത്? എന്താ മിണ്ടാതെ? ഒന്ന് പറയണപ്പാ. കിടന്ന് ചെല്ലൂ നിങ്ങളുടെ ഉള്ളിലേക്ക്. ആ ഉള്ളിലുള്ള കലവറ തുറക്കട്ടെ. ഇതാണ് നചികേതസ് യമധർമ്മരാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞത്. ജനങ്ങളുടെ ശരീരം പ്രാണഹീനമാകുമ്പോൾ എല്ലാം പോയി ഒന്നുമില്ല എന്ന് പറയുന്നു ഒരു കൂട്ടര്. ഇല്ല, ആരുണ്ടായിരുന്നു ആ ആൾക്കൊരു കോട്ടമില്ല. ആ ആൾ അധിവസിച്ചിരുന്ന ശരീരത്തിന് മാത്രമാണ് പ്രാണഹീനത സംഭവിച്ചിരിക്കുന്നത്. ഈ 2 അഭിപ്രായമാണ് ലോകത്തിൽ. അങ്ങ് പറയണു ദേവന്മാരുടെ ഇടയിലുമുണ്ട് ഈ 2 അഭിപ്രായമെന്ന്. ആ 2 അഭിപ്രായത്തിൽ ശരി ഏതാ തെറ്റേതാന്ന് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. അങ്ങയാൽ വേണ്ടതുപോലെ ഉപദേശിക്കപ്പെട്ട് ഞാൻ ഈ കാര്യം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്താ? ആ മരണക്കലവറ ഒന്ന് തുറന്നു തരൂന്ന്. അതിൻ്റെ താക്കോല് കയ്യിലുണ്ടല്ലോ, എടുത്തങ്ങോട്ട് തുറന്ന് കാണിച്ചു തരൂന്നാ പറയണേ. എൻ്റെ കൂട്ടരെ, ഈ രഹസ്യം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലാണ്. അത് വിഗ്രഹത്തിലല്ല, പടത്തിലല്ല.
തീർത്ഥസ്ഥാനങ്ങളിലല്ല, ജലപ്രവാഹത്തിലല്ല, അല്ല അല്ല. അതിൻ്റെ താക്കോല് നിങ്ങളിലാണ്. കാരണം അനുഭവം നിങ്ങൾക്കാണ്. ഈ വിശ്വാനുഭവം ഉണ്ടാവണമെങ്കിൽ, കാണണമെങ്കിൽ കണ്ണ് വേണം, കേൾക്കണമെങ്കിൽ കാത് വേണം. ശബ്ദത്തെ അറിയുന്നത് കാത്, ചെവി. രൂപം അറിയുന്നത്, നിറങ്ങളും ആകൃതിയും അറിയുന്നത് കണ്ണ്. വാസന അറിയുന്നത് മൂക്ക്. രുചിച്ചറിയുന്നത്, രസമറിയുന്നത് നാവ്. തൊട്ടറിയുന്നത് ത്വക്ക്, തൊലി. ഈ 5 എണ്ണം ഉള്ള സ്ഥലത്തെ അനുഭവമുള്ളൂ. ആ 5 എണ്ണം ഉണ്ടായാൽ മാത്രം പോരാ. അത് ഇതുപോലെ ഒരു ശരീരത്തിൻ്റെ അംഗോപാംഗങ്ങളായി നിലനിൽക്കണം. ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു ഉള്ളുണർവും അവിടെ ആവശ്യമാണ്. ഇതെല്ലാം കൂടി ഉണ്ടാവുമ്പോൾ മാത്രമേ ഈ വിശ്വാനുഭവം ഉണ്ടാവൂ. അപ്പോൾ വിശ്വാനുഭവം നിങ്ങളുടെ പര്യായമോ അതോ വിശ്വത്തിൻ്റെ പര്യായമോ? ഒന്ന് പറയുന്നപ്പാ. ആ വിശ്വാനുഭവം ഉണ്ടാവുന്ന സ്ഥലത്ത് എങ്ങനെയാണോ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ എല്ലാം ഒറ്റ മാക്കിലങ്ങോട്ട് മാച്ച് കിടന്നുറങ്ങുന്നത്, അതേമാതിരി ഉറങ്ങുന്നതിന് മുൻപ് എൻ്റെ പൊന്നു ജനക മഹാരാജാവേ, അങ്ങ് സിംഹാസനത്തിലോ സ്വന്തം മുറിയിലോ ഇരുന്ന് തൻ്റെ മനസ്സിലുള്ള ത്രിപുടിയെ മാച്ചില്ലാതെയാക്കി തീർക്കൂ. കേൾക്കിനപ്പാ, നടന്ന സംഭവമാണത്. ജനക മഹാരാജാവ് ജീവിച്ചിരുന്ന കാലത്ത് അഷ്ടാവക്ര മഹർഷി വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ചെന്ന് സദസ്സ് മുഴുവൻ പൊട്ടിച്ചിരിച്ചു. അഷ്ടാവക്രൻ്റെ 8 വിളവുകൾ കണ്ട്, ആ പൊട്ടിച്ചിരിച്ചത് കണ്ട് മഹർഷിയും പൊട്ടിച്ചിരിച്ചപ്പോഴാണ് ഇതെന്താപ്പാന്ന് ജനക മഹാരാജാവിൻ്റെ ഉൾക്കണ്ണ് തുറന്നത്. എന്നിട്ട് അദ്ദേഹം ഈ മഹർഷിയിൽ നിന്ന് വേണം എനിക്ക് പ്രബോധം സ്ഥിരീകരിക്കാൻ, മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതാണ് രംഗം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ജനക മഹാരാജാവിൻ്റെ രാജധാനിയിലേക്ക് വന്നിരിക്കണം, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. നിറഞ്ഞ സദസ്സാണ് അപ്പുറത്ത്. അവരെല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇതെന്താണപ്പോൾ അത്? 8 വിളവുകാരൻ വന്ന് നമ്മുടെ മഹർഷിയെ പിടിച്ചിരുത്തി ദാ സംസാരിക്കണു. മഹർഷി അന്തം വിട്ട് നിൽക്കണു, കണ്ണടയ്ക്കാതെ കേട്ട് നിൽക്കുകയാണ്. ഇടിവെട്ട് കണ്ടതുപോലെയാ ചെവി നിൽക്കണത്. ഇതെന്താ അത് കഥ? മഹർഷേ, അങ്ങയുടെ ഉള്ളിലാണ് ലോകം, അങ്ങയുടെ ഉള്ളുണർവിലാണ് അതിൻ്റെ കുമിളകൾ മുഴുവനും. ഈ ലോകമല്ല സമുദ്രം, അങ്ങയുടെ ഉള്ളാണ് സമുദ്രം. ഈ ലോകം മുഴുവൻ അതിലുള്ള നിസ്സാര കുമിളകളാണ്, മറിച്ചാണെന്ന് ധരിക്കരുത്. ആ ധാരണ തെറ്റാണ്. മഹാരാജാവാണെങ്കിൽ തിരുത്തു, എന്നിട്ട് ഉള്ളിൽ വിലയം കൈവരിക്കൂ. പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്തി അമലേ ത്വയി. സമ്മതിച്ചു, ഈ ലോകം പ്രത്യക്ഷമാണെന്ന്. കണ്ണുകൾക്ക് മുമ്പിലുണ്ട്, കാതുകൾക്ക് മുമ്പിലുണ്ട്, മൂക്കിൻ്റെ മുമ്പിൽ, നാവിൻ്റെ മുമ്പിൽ, ത്വക്കിൻ്റെ മുൻപിലുണ്ട്. എന്നാലും അതിന് വസ്തുത്വമില്ല. കാരണം മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതാണത്. അതിന് സ്വതന്ത്രമായിട്ടൊരു നിൽപ്പില്ല. കണ്ണില്ല ഒരുത്തനെങ്കിൽ ഒരു തരത്തിലുള്ള കാഴ്ചയുമില്ല. നമ്മൾക്ക് കണ്ണുണ്ടായപ്പോഴാണ് കാഴ്ച ഉത്പത്തിയായത്. നിങ്ങൾക്ക് അറിയാമോ, ഈ ചന്ദ്രനിലേക്ക് പോകാനായി ആസ്ട്രോനോട്ട്സിനെ പറഞ്ഞയച്ചു. അവർ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നൊക്കെ അപ്പുറത്ത് കിടന്നു. നോക്കിയാൽ കാണാൻ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് ഭൂമി. ആ നിലയിലെത്തി. അവരോട് എപ്പോഴും പറയണം, ഭൂമിയിലുള്ളവർക്ക് പറയണം, ദാ പ്രഭാതമായി, ഇവിടെ എണീക്കൂ, ടോയ്ലറ്റിലേക്ക് പോകൂ, പല്ല് തേക്കൂ, ദാ പ്രാതൽ കഴിക്കൂ. അവർ 4 ഭാഗത്തും നോക്കുമ്പോൾ ഒന്നുമില്ല കാണാൻ. എന്താണുള്ളത്? ഒന്നുമില്ല. എന്നാൽ താനില്ലേ? താനുണ്ട്. അവിടെ ഒന്നുമില്ല. ഒരേ മനുഷ്യനുള്ള 2 അനുഭവമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുഴുവനും ഉദിക്കുന്നത് നമ്മുടെ ഉള്ളിലാണപ്പാ, ഉള്ളിലാണ്.
ഈ വൈവിധ്യത്തിൻ്റെ ആവശ്യം നമുക്ക് അറിവുണ്ടാവാനാണ്. താരതമ്യം കൊണ്ട് മാത്രമേ അറിവുണ്ടാവുള്ളൂ. ആ താരതമ്യതയ്ക്ക് വേണ്ടിയാണ് അനവധി ഇവിടെ ഉണ്ടാവുന്നത്. ഈ അനവധി മുഴുവൻ ഉണ്ടാവുന്നത് അവയ്ക്ക് കാരണഭൂതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങൾ രചിച്ചത് പുറം ലോകമല്ല. ഗർഭപാത്രത്തിൽ അമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഓരോരോ അംഗങ്ങളും ഉപാംഗങ്ങളും ഉണ്ടായത്. ഒരൊറ്റ സെല്ല് അത് പൊട്ടി രണ്ടായി, രണ്ടെണ്ണം പൊട്ടി നാലായി, 4 16ആയി, 16 256ആയി. അങ്ങനെ വളർന്ന് 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 ഇവിടെ കണ്ണ്, ഇവിടെ മൂക്ക്, ഇവിടെ ചെവി, ഇത് മുഴുവനും ഉള്ളിൽ നിന്ന് നിർമ്മിച്ചതാണപ്പാ. ആ ഉള്ളുണർവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ശക്തി വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിന് ശബ്ദസ്പർശ രസരൂപ ഗന്ധം എന്ന് നാം മുദ്ര കുത്തുന്നത്. ഇതിൻ്റെ ഉറവിടം മുഴുവനും ഉള്ളിലാണ്. ആ ഉള്ളിൽ ഉദിക്കുന്ന വൈവിധ്യത്തെ ഉള്ളിൽ തന്നെ അസ്തമിപ്പിക്കണം ജനക മഹാരാജാവേ. അതിനങ്ങയ്ക്ക് സാധിക്കുമോ? എന്നാൽ അങ്ങ് ജ്ഞാനിയാകും. ഇല്ലെങ്കിലോ അജ്ഞാനിയായി സിംഹാസനത്തിലിരുന്ന് ഈ മരമണ്ട സദസ്സിൻ്റെ അധിപതിയായി കഴിച്ചു കൂട്ടിക്കോളൂ. അഷ്ടാവക്രന്മാരെ കണ്ട് ചിരിക്കാനുള്ളൊരു സദസ്സാത്, കാര്യമറിയാനുള്ള സദസ്സല്ല. പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്തി അമലേമയി. ഈ വിശ്വം ഉദിക്കുന്നത് എവിടെയാ? അമലേ ത്വയി. അങ്ങയുടെ ഉള്ള ശുദ്ധ നിർമ്മലമാണ്. അതിൽ ഈ പ്രപഞ്ചമാണ് കറ പിടിപ്പിക്കുന്നത്. ആ കറ പിടിപ്പിക്കുന്ന പ്രപഞ്ചം അങ്ങയുടെ ഉൾപ്പൊരുളായിരിക്കുന്ന ശുദ്ധ നിർമ്മലമായ പൊരുളാണ്. അതിൽ പ്രത്യക്ഷമപി അവസ്തുത്വാത്, അത് പ്രത്യക്ഷമായി കാണുന്നു എന്ന് പറയുന്നത് ഞാൻ നിരസിക്കുന്നില്ല. പക്ഷേ വസ്തു എന്ന് പറയാനുള്ള അർഹത ഈ ലോകത്തിൽ ഒന്നിലുമില്ല. എന്താ കാരണം? വിശ്വം പ്രകാശിക്കുന്നത് കാണുന്നവൻ്റെ ഹൃദയത്തിലാണ്. കാണാൻ ആളില്ലെങ്കിൽ ഇത് പ്രകാശിക്കില്ല. ഒരു വസ്തു പ്രകാശിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരുപോലെ പ്രകാശിക്കണം. അതിൻ്റെ പ്രകാശം കണ്ടു പറയുന്നവൻ്റെ കണ്ണിലും മനസ്സിലുമാണെങ്കിൽ അതിനൊക്കെ സ്വതന്ത്രതയില്ല. സ്വതന്ത്രയില്ലാത്തത് കൊണ്ട് അതിനെ വസ്തുബോധത്തോടു കൂടി സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. അവസ്തുത്വാത് വിശ്വം നാസ്തി അമലേ ത്വയി. ഇതെങ്ങനെ സംഭവിക്കണു എന്ന് ചോദിച്ചാൽ വസ്തുക്കൾക്ക് 2 തരത്തിലുള്ള പരിണാമമാണ്. അല്ല, 2 തരത്തിലാണ് വസ്തുക്കൾ ഉണ്ടാവുക. ഒന്ന് പരിണമിച്ചുണ്ടാവും, പിന്നെ ഒന്ന് വിവർത്ത രൂപത്തിലുണ്ടാവും. പരിണാമം എന്ന് പറയുന്നത് എന്താ? എള്ള് വിത്ത് വതച്ചു, അത് എള്ളൊക്കെ മുളച്ചു പൊന്തി അവസാനം കൊയ്തെടുത്തു, എന്നിട്ട് ചവിട്ടി അതിന് എള്ളൊക്കെ വേർതിരിച്ച് ആട്ടിയപ്പോൾ എണ്ണ കിട്ടി. അതവിടെ ഒരു പരിണാമമാണ്, ഒരു പ്രക്രിയയും മാറ്റങ്ങളുമൊക്കെ നടന്ന് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് എണ്ണ കിട്ടി. അതാണോ ഒന്ന്. പിന്നെ ഒന്നോ പരിണാമമോ പ്രക്രിയയോ ഇല്ലാതെ ഒരു വസ്തു മറ്റൊന്നായി കാണപ്പെടുക എന്ന്. ആ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ വിവർത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ കക്കയെ കണ്ട് നമ്മൾക്ക് വെള്ളിയാണെന്ന് തോന്നുന്നു. വെള്ളിക്ക് വെളുപ്പ് നിറമുണ്ട്, കക്കയ്ക്കുമുണ്ട് വെളുപ്പ് നിറം. മലർത്തിയിട്ടാൽ അതിന് വെളുപ്പ് നിറ. അപ്പോൾ വെൻ യു സീ ദ മദർ ഓഫ് പേൾ യു തിങ്ക് ആൻഡ് അസ്യൂം ദറ്റ് ഇറ്റ് ഈസ് സിൽവർ. അവിടെ വാസ്തവത്തിൽ കാണുന്ന വസ്തു വെള്ളിയായി പരിണമിച്ചിട്ടില്ല. കക്ക വെള്ളിയായി തോന്നുന്നു, അത്രയേ ഉള്ളൂ, തോന്നിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ വിവർത്തമെന്നും പരിണാമമെന്നും 2 തരത്തിലുള്ള അനുഭവം നമുക്കുണ്ട്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം അവസ്തുവാണെങ്കിലും രജ്ജു സർപ്പ ഇവ വ്യക്തം. ഒരു കയറ് പാമ്പായതുപോലെയാണത്. നല്ല വെളിച്ചമൊന്നുമില്ല, ഒരു കയറവിടെ കിടക്കണു, കട്ടപ്പോൾ ഉടനെ പാമ്പാണെന്ന് തോന്നി. ഈ പാമ്പ് എവിടുന്ന് വന്നു? നിങ്ങളെങ്ങനെയാണ് കണ്ടത്? അവിടെ കിടക്കണത് കയറാണല്ലോ, അപ്പോൾ അതിനെ പാമ്പാണെന്ന് ധരിച്ചു നിങ്ങൾ. ആ ധാരണയ്ക്ക് കയറ് ഉത്തരവാദിയാണോ? കാറ്റ് ഉത്തരവാദിയാണോ? അതിനാരാ ഉത്തരവാദി? നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ അറിവില്ലായ്മ. അതേ സാധനത്തിന് ഒരു ടോർച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിളക്കോ കൊളുത്തി വെച്ച് നോക്കിയാലോ അതവിടെ കയറാവണു. അതിൻ്റെ ഇടയിൽ ആദ്യത്തെ കാഴ്ചയും രണ്ടാമത്തെ വെരിഫിക്കേഷനും കഴിയുന്നതിൻ്റെ ഇടയിൽ അത് പാമ്പായി തീർന്നു. ആ പാമ്പ് വാസ്തവത്തിൽ വസ്തുനിഷ്ഠമായ ഒരു പരിണാമമാണോ അതോ വെറും തോന്നൽ വിവർത്തമാണോ എന്നാ ചോദ്യം.
ഈ പ്രപഞ്ചം അങ്ങനെ വിവർത്ത രൂപത്തിലുള്ളതാണ്. എന്താണ് ഇവിടെ വിവർത്തപ്പെടുന്നത്? നമ്മുടെ ഉള്ളുണർവ്. ആ ഉള്ളുണർവ് വിവർത്ത രൂപത്തിൽ ഉണ്ടാവുന്നതാണ്. രജ്ജു സർപ്പ ഇവ വ്യക്തം, രജ്ജു സർപ്പ ഇവ വ്യക്തം ഏവമേവ ലയം വ്രജ. ഇങ്ങനെ മനസ്സിലാക്കി 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 ഈ കാണുന്നതിനെ മുഴുവനും എന്തു വേണം? തുടച്ച് ഇല്ലാതെയാക്കണം, തുടച്ച് ഇല്ലാതെയാക്കണം. രജ്ജു സർപ്പ ഇവ വ്യക്തം ഏവമേവ ലയം വ്രജ. നമ്മളുടെ ജീവിതത്തിൽ നാം വ്യവഹരിക്കുന്ന ലോകത്തിൽ നമുക്ക് 2-3 തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പല വിധത്തിലുള്ള വസ്തുക്കളും അവയുമായുള്ള സമ്പർക്കങ്ങളും ഒക്കെ നമുക്കുണ്ട്. ആ സമ്പർക്കങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ് വ്യാവഹാരിക സത്ത, പ്രാതിഭാസിക സത്ത, പാരമാർത്ഥിക സത്ത എന്ന് 3 എണ്ണമാണ്. പാരമാർത്ഥികം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് എന്താ? പരമമായ അർത്ഥം. ഒരു ഓബ്ജക്റ്റ്, ഒരു വസ്തു അങ്ങേയറ്റം പരിപൂർണമായി അതേപോലെ നിലനിൽക്കുന്നു. അതേപോലെ നിലനിൽക്കുന്നത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് സയൻസ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അവർ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം പാർട്ടിക്കിളും വേവുമായിട്ട് രൂപാന്തരപ്പെടുന്നു. ഒരളവ് വരെ പാർട്ടിക്കിൾ, അത് കഴിഞ്ഞാൽ വേവ്, ഇപ്പോൾ രണ്ടും കാണാനില്ല എന്നും വരെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ അങ്ങേ അറ്റത്തെ രൂപം എന്താണെന്ന് അവർ പരിശോധിച്ച് കണ്ടെത്തിക്കോട്ടെ, എന്തോ ആവട്ടെ. നമുക്ക് നമ്മുടെ മനസ്സിലാണ്, ഉള്ളിലാണ് ഈ അനുഭവം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ അനുഭവ കേന്ദ്രം അല്ലെങ്കിൽ പരീക്ഷണ കേന്ദ്രം നമ്മുടെ സ്വന്തമുള്ള അവിടെയാണല്ലോ കാണുന്നത്. ഇപ്പോൾ പാർട്ടിക്കിളാണെന്ന് കാണുന്നത് ആരാ? ശാസ്ത്രജ്ഞൻ. എങ്ങനെയാണ് കാണുന്നത്? കണ്ണുകൊണ്ട്, സൂക്ഷ്മദർശിനി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോഴും കാണുന്നത് തൻ്റെ മനസ്സിലാണ്. ആ മനസ്സിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, ആരാണ് മെച്ചപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ? ഈ ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാരോ അതോ പഴയ കാലം മുതൽക്ക് തന്നെ ഇവിടെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ആന്തരശാസ്ത്രജ്ഞന്മാരോ എന്ന് നിങ്ങൾ ചിന്തിച്ച് മറുപടി പറയണം. അപ്പോൾ പാരമാർത്ഥികമായിട്ടുള്ള സത്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ബ്രഹ്മം എന്നുള്ളതാണ് സത്ത, ആത്മ. ഇനി വ്യാവഹാരിക സത്യം എന്താ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഇതിൽ നമുക്ക് വ്യവഹരിക്കാം. ഇന്നലെയും സൂര്യൻ ഉദിച്ചു, ഇന്നും ഉദിച്ചു, നാളെയും ഉദിക്കും. ചന്ദ്രനും വൃദ്ധിക്ഷയങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടും. ഭൂമി ഇതാ ഭ്രമണം ചെയ്ത് 24 മണിക്കൂറിലൊരു പ്രദക്ഷിണം മുഴുവനാക്കി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കും 365 ദിവസം കൊണ്ട്. ഇതൊക്കെ വ്യവസ്ഥാപിതമായ നീക്കങ്ങളും ചലനങ്ങളുമാണ്. അപ്പോൾ അതിനെ വിശ്വസിച്ച് നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് the plural existence around you, including your own body, is actually having all kinds of validity. The interactional truths have got all validity. അതിന് ശരിയായിട്ടുള്ള പ്രയോജനമുണ്ട്. പ്രയോജനം നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് അത് പാരമാർത്ഥികമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? സദാ മാറിക്കൊണ്ടിരിക്കുക. മാറുന്നത് പരമാർത്ഥത്തിൻ്റെ ലക്ഷണമല്ല. ഇത് രണ്ടുമല്ലാതെ പ്രാതിഭാസികമായ ഒരു സത്തയുണ്ട്. അതാണ് ഈ മരുഭൂമിയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ദൂരത്ത് വെള്ളമുണ്ടെന്നൊരു തോന്നൽ. അവിടെ ഉള്ളത് മണലാണ്. ചുട്ടുപഴുക്കുന്ന സൂര്യകിരണങ്ങൾ അതിൽ വന്ന് വീണു. കാറ്റുമുണ്ട്. അപ്പോൾ കാറ്റും മണലും സൂര്യകിരണങ്ങളും കൂടിച്ചേർന്ന് നാലാമതൊരു വസ്തു ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നതിലാണ് ഈ മരുഭൂമിയിലുള്ള മൃഗദർശിക. ടാറുള്ള റോട്ടിൽ നടക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് നോക്കുമ്പോൾ നടക്കണം. വെയിൽ നല്ലപോലെ വീഴണം. ദൂരത്തേക്ക് നോക്കിയാൽ അവിടെ ഇങ്ങനെ വെള്ളം പരന്ന് കിടക്കുന്നുണ്ട് എന്ന് തോന്നും. അവിടെ ഉള്ളത് ടാറാണ്. ടാർ റോഡിൽ വെള്ളം എന്ന് പറയുന്ന പുതിയ പ്രതിഭാസം എവിടെയാണ് വന്നത്? അതുമാതിരി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുന്ന സമയത്ത് അത് സ്വപ്നമല്ലല്ലോ. എണീക്കുമ്പോഴല്ലേ സ്വപ്നമാവുന്നത്. എണീക്കുമ്പോഴാണ് സ്വപ്നം. സ്വപ്നം കാണുന്ന സമയത്ത് അത് ജാഗ്രത പോലെയുള്ള അനുഭവമാണ്. ആ അനുഭവം ഏതാണ്? ഈ അനുഭവം എന്താണ്? ഈ അനുഭവം ചോദിച്ചാൽ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സോ ഉണർവോ സ്വപ്നവസ്തുക്കളായി തീർന്നിരിക്കുകയാണ്. അവിടെ ഉണർവ് എന്ന് പറയുന്ന ഏകവസ്തുവേ ഉള്ളൂ.
ആ ഏകവസ്തു പലതുമായിത്തീരുന്നു സ്വപ്നം എന്ന് പറയുന്നത്. അതാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. പ്രതിഭാസമാണത്, വാസ്തവത്തിലായിട്ടില്ല. ആയിട്ടില്ല എന്നുള്ളതിന് തെളിവെന്താ? സ്വപ്നം വിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണരുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതൊന്നും അവിടെ ഇല്ല, ആ യാത്രയില്ല, ആ ശരീരമില്ല, പോയ സ്ഥലം ഡെൻമാർക്കോ വാഷിങ്ടണോ ഒന്നും അവിടെ ഇല്ല. ആ ഉണ്ടായിരുന്നത് മുഴുവൻ മനസ്സിലാണ്. അപ്പോൾ ഒരേ മനസ്സ് പ്രാതിഭാസിക രൂപത്തിൽ പലതായി തീർന്നു എന്നതാണ് നമുക്കുള്ള അനുഭവം. അതിനെ പ്രാതിഭാസിക സത്ത എന്ന് പറയും. ഈ പ്രാതിഭാസിക സത്ത എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ വിവർത്തമാണത്, പരിണാമമല്ല. മനസ്സ് പരിണമിച്ച സ്വപ്നവസ്തുക്കളായാൽ ആ വസ്തുക്കൾ അവിടെ ഉണ്ടാവും. പരിണമിച്ചില്ലാത്തതായതുകൊണ്ട്, വിവർത്ത രൂപത്തിലായതുകൊണ്ട് എണീക്കുമ്പോൾ എല്ലാം പോയി. ഏതുപോലെ? കയറിൽ കാണുന്ന പാമ്പ് പോലെ, കക്കയിൽ കാണുന്ന വെള്ളി പോലെ. ഇങ്ങനെ 3 തരത്തിലുള്ള സത്തയുണ്ട് നമുക്ക് എന്ന് നല്ല പോലെ മനസ്സിലാക്കുക. പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്ത്യമലേ ത്വയി രജ്ജുസർപ്പൈവ വ്യക്തം ഏവമേവ ലയം വ്രജ. ഈ രജ്ജുസർപ്പ രൂപത്തിലാണ്, വിവർത്ത രൂപത്തിലാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ പ്രതിഭാസിക്കുന്നത്. കാണുന്നവൻ്റെ അന്തരംഗത്തിൽ, കാണുന്നവൻ്റെ ഉള്ളിൽ. ആ ഉള്ളു പരിണമിച്ച് ലോകമാകുന്നില്ല, പരിണമിച്ച് അതാണല്ലോ. 17 മണിക്കൂർ നിങ്ങൾ ഉണർന്നിരുന്ന് ആ ഇരുന്നതിൻ്റെ അവസാനത്തിൽ ക്ഷീണം തോന്നി കിടന്നങ്ങോട്ട് ഉറങ്ങുമ്പോൾ അതേവരെയുള്ള സർവ്വ പ്രവൃത്തികളും എല്ലാം തന്നെ ടപ്പെന്ന് മാഞ്ഞ് ഉറക്കത്തിലേക്കാണ് നിങ്ങൾ പോണത്. എങ്ങനെയാണ് ഇങ്ങനെ മായ്ക്കാൻ സാധിക്കുക? നിങ്ങളുടെ മനസ്സ് വാസ്തവത്തിൽ ഈ ജാഗ്രതയിൽ കണ്ടനുഭവിച്ചതൊക്കെ ആയി തീർന്നിരുന്നെങ്കിൽ അത് മാച്ചു കളഞ്ഞ് ഒന്നുമില്ലാതെ ആവാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് അതിനെ നമ്മൾ പ്രാതിഭാസികം എന്ന് പറയുന്നത്. രജ്ജുസർപ്പൈവ വ്യക്തം ഏവമേവ ലയം വ്രജ. ഈ സ്വപ്നത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ജാഗ്രതത്തിനെ വിലയിരുത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. ആവശ്യമാണിത്. ആ ചോദ്യത്തിന് മറുപടിയുണ്ട്. അത് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ജാഗ്രതത്തിലാണ് ഇരിക്കുന്നത്. പല സന്ദർഭത്തിലും ജാഗ്രതത്തിലുള്ള പ്രശ്നങ്ങൾക്കോ വിഷമങ്ങൾക്കോ പരിഹാരം കാണാൻ പറ്റാതെ വിഷമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചില അനുഭവങ്ങളും ചില ദർശനങ്ങളുമൊക്കെ ഉണ്ടാവും. ചിലർക്കത് സ്വപ്ന രൂപത്തിലാവാം. പ്രശ്നം ജാഗ്രതത്തിലേതാണ്, ഉണ്ടാവുന്നത് സ്വപ്നമാണ്. ആ സ്വപ്ന രൂപത്തിൽ ജാഗ്രതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുമ്പോൾ എന്താ അതിനർത്ഥം? ജാഗ്രതത്തിലുള്ള പരിഹാരം തീർക്കാൻ, പരിഹാരം കിട്ടാൻ ജാഗ്രതത്തിൽ തന്നെയുള്ള പൂർവ്വപീഠിക വേണ്ടേ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കേട്ടൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, കേൾക്കണോ? നമ്മുടെ നാരായണാശ്രമ തപോവനം നിലനിൽക്കുന്നത് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെ, 6 കിലോമീറ്റർ ദൂരെ പാലയ്ക്കൽ, കൊടുങ്ങല്ലൂർ തൃപ്പയാർ വഴി. അത് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ പടിഞ്ഞാട്ട് ചെന്നാൽ അവിടെ വെങ്ങണിശ്ശേരി, പാറളം പഞ്ചായത്തിലെ വെങ്ങണിശ്ശേരി ഗ്രാമമുണ്ട്. വെങ്ങണിശ്ശേരി, കോടന്നൂർ എന്ന് പറയുന്ന 2 ഗ്രാമങ്ങളിൽ ചേർന്ന് കിടക്കുന്നതാണ് ഐകുന്ന് പാണ്ഡവഗിരി, ആ ഭൂപ്രദേശം. അത് തുറന്ന് കൊണ്ടുപോയി 5 കുന്നുള്ളതിൽ ഏതാണ്ട് 3-4 കുന്ന് നാമാവശേഷമായി തന്നെ പറയാം. അവിടെ ദേവീക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. 108 ദുർഗാലയങ്ങളിൽപ്പെട്ട ഒന്നാണ്, വളരെ വിശേഷപ്പെട്ടതാണ്. ആ ക്ഷേത്രം നിൽക്കുന്ന കുന്നുണ്ടല്ലോ, അതിലാ ദേവീക്ഷേത്രം ഉണ്ടായിരുന്നത് പഴയ പണിയായിരുന്നു, മരപ്പണി. ആ പഴയ മരപ്പണിയിൽ ഈ ഓടിന് 4 ഭാഗത്തും കോടി ഉണ്ടാവുമല്ലോ, അത് സമചതുരമാണ്, അതുകൊണ്ട് കോടിക്കഴിക്കോല്. ആ കോടിക്കഴിക്കോലിൽ നേരണ എന്ന് പറയുന്ന കഴിക്കോലുകൾ ഇങ്ങനെ പാരലായിട്ട് പിടിപ്പിക്കുമ്പോൾ കോടിക്കഴിക്കോലിൻ്റെ പള്ളയിൽ ഇങ്ങനെയാണ് പിടിപ്പിക്കുക. അതാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ, അവർക്ക് മറ്റത് അറിയില്ല. പക്ഷേ ആ പണി അലസിയായിരുന്നു. എല്ലാ കഴിക്കോലും മുകളിൽ മോന്തായം വരെ, കൂടം വരെ ചെല്ലുന്ന ഒരു പണിയാണ്. അപ്പോൾ ഇങ്ങനെ പോവും. ഇതിനെല്ലാറ്റിനും ഒരു വിളയോടിക്കാൻ വേണ്ടി ചതുരത്തിലൊരു തുള വെട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഈ അലസിക്കഴിക്കോലിൽ ഓരോന്നിൽ വരുന്ന തുള ഓരോ തരത്തിലായിരിക്കും. ആ വിളക്കുള്ള തുള വെട്ടാൻ ആശാരിമാർക്ക് മനസ്സിലാവില്ല.
ആ പണി നടത്തിയത് ശങ്കരനാശാരി എന്ന് പറഞ്ഞൊരു ആശാരിയാണ്, ആ നാട്ടുകാരൻ. ആ ശങ്കരനാശാരി എന്നോട് പറഞ്ഞ വർത്തമാനമാണ് ഞാൻ പറയുന്നത്. പണി അദ്ദേഹം ഏറ്റെടുത്തു, എല്ലാം ഇറക്കി. കേടുപാടുകളുടെ കഴിക്കോലൊക്കെ മാറ്റണം, അതിൽ അലസി കഴിക്കോലുകളും ഉണ്ട്, അതിൽ തുളയ്ക്കണം. ആ തുളയ്ക്കാൻ ഇങ്ങോർക്ക് അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവോ പറയണത്? നോക്കൂ, എല്ലാറ്റിലും ഇങ്ങനെ തുളയ്ക്കുമ്പോൾ ശരിക്ക് ചതുരനായിട്ട് ഇങ്ങനെ വരും. ഇനി ഒരു കഴിക്കോല് വരണത് ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തുള അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ സ്ഥാനവും അളവുമൊക്കെ മാറുമല്ലോ, ചെരുവും. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലാണ്. അതിനൊരു കണക്ക് നമ്മുടെ തച്ചുശാസ്ത്രത്തിലുണ്ട്, അങ്ങോർക്കറിയില്ല. ഈ വട്ടശ്രീ കോവിലിനും ഉണ്ട് അതേമാതിരി കണക്ക്. തച്ചുശാസ്ത്രവും വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ശങ്കരേട്ടാ ഇത് തുളയ്ക്കണ്ടേ? തുളയ്ക്കണ, അത് തുളയ്ക്കാം. ഇത് തുളയ്ക്കണില്ല. ശരി, ഇങ്ങോട്ട് തുളയ്ക്കണില്ല. കാര്യം വലിയ ബുദ്ധിമുട്ടായി. ബാക്കിയുള്ള തുളകളൊക്കെ കഴിഞ്ഞു, അലസി തുളയ്ക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങോരെ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? സ്വാമിജി, ഞാൻ കിടന്നുറങ്ങി, വല്ലാതെ മനസ്സ് വിഷമിച്ച്. അന്നേ ദിവസം നമ്മുടെ കാരണവന്മാർ വന്ന് എന്നെ പണി അങ്ങോട്ട് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് അങ്ങോരുടെ ഭാഷയാണ്. കാരണവന്മാർ വന്ന് പണി എന്നെ പഠിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ ചെന്നു, ഒരു സംശയവും കൂടാതെ തുളച്ചു എന്ന്. ഞാനിത് എന്തിനാ പറഞ്ഞത്? കേൾക്കുമ്പോൾ നിസ്സാരമാവാം, ഇത് നിസ്സാരമൊന്നുമല്ല. ഈ ജാഗ്രതയിൽ നടക്കാത്ത ഒരു കാര്യം എന്താ? അത് കാരണവന്മാർ വന്ന് പഠിപ്പിച്ചത് ജാഗ്രതയിൽ നടക്കാത്തതാണ്. പക്ഷേ പ്രശ്നം എവിടെയാണ്? ജാഗ്രതയിലുള്ള ആ ക്ഷേത്രത്തിൽ തുളയ്ക്കണതാണ് ആവശ്യം. ആ തുളയ്ക്കണത് തീർക്കാൻ കാരണവന്മാർ സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സ്വപ്ന പാഠമുണ്ടല്ലോ, അതിന് ഈ ജാഗ്രതത്തിൻ്റെ അതേ തുല്യ സ്ഥാനം അതിന് കൊടുക്കണ്ടേ? എന്താ ഇവരും മിണ്ടാതെ? വേണോ വേണ്ടയോ? അപ്പോൾ ഈ സ്വപ്നവും ജാഗ്രതയുമായിട്ട് എന്താ മാറ്റം? നിങ്ങൾ തന്നെ പറയും. ആ കാരണവന്മാരെ ഉണ്ടാക്കിയതാരാ? പണി പഠിപ്പിച്ചതാരാ? ആ പഠിപ്പിച്ച വിദ്യ കൊണ്ട് അദ്ദേഹം തുളച്ചത് എങ്ങനെയാണ്? അപ്പം അദ്ദേഹം തുളച്ചത് ജാഗ്രതയിലുള്ള കഴിക്കോലുകളിലാണ്. അതിനുള്ള അറിവുണ്ടായതോ സ്വപ്നത്തിൽ പഠിപ്പിച്ചത് പോലാണ്. അപ്പോൾ സ്വപ്നപാഠം കൊണ്ട് ഇതിനുള്ള അറിവുണ്ടായി എന്ന് പറയുമ്പോൾ അത് വെറും സ്വപ്നമല്ല, ജാഗ്രതയുള്ളതിന് തുല്യമാണെന്ന് അർത്ഥം സിദ്ധിക്കുന്നില്ലേ? എന്താ വരുമുണ്ടാതെ? വേദാന്തം മുഴുവനും യുക്തിയാണപ്പാ. യുക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ജൈത്രയാത്രയാണത്. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കേൾക്കാനോ കാണാനോ പറ്റാത്തൊരു കാര്യം നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിക്കുക. ഇതല്ലേ കോടതിയിലുള്ള ജഡ്ജിമാർ മുഴുവൻ ചെയ്യുന്നത്. അവർ എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ അതിൽ ജഡ്ജായിട്ട് ഇരിക്കരുത്. ഞാൻ കണ്ടതാണ്, ഞാൻ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് പോകണം, സാക്ഷിയായിട്ട് കോടതിയുടെ മുൻപിൽ വരണം. അത് ചെയ്യാറില്ല, ആദ്യത്തേത് ചെയ്യും ചിലപ്പോൾ. ഇത് ഞാൻ കണ്ട കാര്യമാണ്, അതുകൊണ്ട് ഞാൻ സാക്ഷിയാവാൻ പോകണു ഈ കേസിന് എന്ന് ജഡ്ജിമാർ പറയണം. അതവർ പറയില്ല. പക്ഷേ ഇത് ഞാൻ ജഡ്ജ് ചെയ്യണില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുള്ളൂ. അവർ കണ്ടതിൻ്റെ മുകളിൽ ജഡ്ജ് ചെയ്യരുത്, കാണാത്തതിൻ്റെ മുകളിൽ. കണ്ടവരുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം കേട്ടുവച്ച് കൂട്ടിയോജിപ്പിച്ച് അവസാനം ചെയ്തോ ചെയ്തില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അവർ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കണം. ആ ബുദ്ധിയുടെ യാത്രയാണ് ഇവിടെ പ്രമാണം. ഞാൻ ഈ ചോദിക്കുന്നതൊക്കെ ബുദ്ധി കൊണ്ടാണല്ലോ ചോദിക്കുന്നത്, നിങ്ങൾ ഗ്രഹിക്കുന്നതും. അപ്പോൾ ഇവിടെ പറയണത് എന്താ? ഇതാണ്. അപ്പോൾ ഇതിനെ എല്ലാറ്റിനും മൂലപ്രമാണം നമ്മുടെ ഉള്ളിലാണ്. ആ ഉണർവിലാണ്. ആ ഉണർവാണ് മൂന്നായിട്ട് പിരിയുന്നത്. എന്ത്? ദ്രഷ്ടാവ്, ദർശനം, ദൃശ്യം എന്ന മൂന്നെണ്ണം. അത് സ്വപ്നത്തിൽ പൂർണ്ണമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, ജാഗ്രതയിലോ പാർശ്വികമായി കാണിച്ചു തരുന്നു. ഈ ജാഗ്രതയിലാണ് വ്യാവഹാരിക സത്ത. സ്വപ്നത്തിന് വ്യാവഹാരിക സത്തയില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പാരമാർത്ഥിക സത്തയാണ്. നമുക്ക് അനവധി ഉപനിഷത്തുകളുണ്ട്. ആ ഉപനിഷത്തുകളിൽ ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുള്ളത് 10 എണ്ണമാണ്. കൂട്ടത്തിൽ ശ്വേതാശ്വതരം എന്നൊന്നും കൂടിയുണ്ട്. അങ്ങനെ 11 ഉപനിഷത്തിലാണ് ഭാഷ്യം എഴുതിയിട്ടുള്ളത്. ഈശകേന കഠപ്രശ്നമുണ്ട മാണ്ഡൂക്യ തിത്തിരി ഐതരേയം ച ഛാന്തോഗ്യം ബൃഹദാരണ്യകം ദശ. ഇങ്ങനെ 10 ഉപനിഷത്താണ്. ആ 10 ഉപനിഷത്തിൽ വളരെ ചെറിയൊരു ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. ആ മാണ്ഡൂക്യ ഉപനിഷത്തിൽ കാവ്യരൂപത്തിലല്ല, അത് ഗദ്യരൂപത്തിലാണ്.
വളരെ വിശേഷപ്പെട്ടതാണ്. ആഗമപ്രകരണം, വൈദഗ്ധ്യപ്രകരണം, അദ്വൈതപ്രകരണം, അലാതശാന്തി പ്രകരണം, ഇങ്ങനെ 4 പ്രകരണത്തിൽ ഗൗഡപാദൻ അതിന് ഒരു കാരിക എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് വായിച്ചത് കൽക്കത്തയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ്. രാത്രി ഒരു 10 മണിക്ക്, അന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ധ്യാനിക്കും. അതൊക്കെ കഴിഞ്ഞ് ഇത്തിരി ആഹാരം കഴിഞ്ഞാൽ ഒരു 10 മണി 9:45 ആകുമ്പോൾ പുസ്തകം എടുത്ത് വായിക്കും. അപ്പം അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയതാണ് കുറേ കാര്യങ്ങളൊക്കെ. കുറേയല്ല, എല്ലാം തന്നെ പറയാം. അപ്പം അതിൽ ഈ മാണ്ഡൂക്യ കാരിക എന്നൊരു കാരികയുണ്ട്, വളരെ പ്രസിദ്ധമാണ്. വളരെ 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 യുക്തിസഹം എന്ന് പറഞ്ഞാൽ യുക്തിസഹം തന്നെ. അപ്പോൾ ആ മാണ്ഡൂക്യ കാരികയ്ക്ക്, ഗൗഡപാദൻ എഴുതിയിട്ടുള്ളതായ ആ കാരികയ്ക്ക്, കാരിക സഹിതം അതിന് ഭാഷ്യം എഴുതുമ്പോൾ ആ ഭാഷ്യകാരൻ ആദ്യമായി 2 വന്ദന ശ്ലോകങ്ങൾ പറയുന്നു. അതിൽ ഒരെണ്ണാണ് നമ്മുടെ ജയലക്ഷ്മി ഇവിടെ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയത്. ഞാൻ പറയേ ആ ശ്ലോകം തന്നെ ചൊല്ലൂന്ന്. അത് പഠിച്ച് ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ശ്ലോകം എനിക്കിവിടെ പ്രസക്തമാണ്, നിങ്ങളെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കണമെന്നുണ്ട്. ധരിപ്പിക്കട്ടെ? പ്രജ്ഞാനാം ശുപ്രധാനൈഃ സ്ഥിരചരനികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്തവിഷ്ഠാൻ പുനരപി ധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരഭുഗ് മായയാ ഭോജയന്നോ മായാസംഖ്യാതുരീയം പരമമൃതമജം ബ്രഹ്മ യത്തന്നതോസ്മി. ഞാൻ ഈ ശ്ലോകം വായിക്കുന്നതിൽ എന്തുമാത്രം എനിക്ക് മനോഭാവം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയാൽ നന്നായിരുന്നു. കുറച്ചെങ്കിലും ഒരു 1200 ചില്ലാനം കൊല്ലങ്ങൾ മുൻപ് നമ്മുടെ ഉണ്ണിശങ്കരൻ വിധവയായ അമ്മയെ വിട്ട് പൂർണ്ണാനദീ തീരത്തിൽ നിന്ന് ഒറ്റയ്ക്ക് കാൽനടയായി ചെന്നു. സാഹസികമായ പുഴയും സമുദ്രമൊക്കെ താണ്ടി കടന്നിട്ടാണ് അദ്ദേഹം ചെന്നത്. ഗോവിന്ദപാദൻ താമസിക്കുന്ന കുടീരത്തിൽ അവിടെ ചെന്ന് കണ്ടതോടുകൂടി അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞ വാക്കിൻ്റെ പേരിലാണ് പോയത്. അച്ഛ, എനിക്ക് ബ്രഹ്മജ്ഞാനം പറഞ്ഞു തരാൻ ആരാ ഒന്ന് പറഞ്ഞു തരുമോ? എന്നെക്കൊണ്ടാവില്ല. എൻ്റെ അറിവിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, നർമ്മദാ നദീതീരത്തിൽ താമസിക്കുന്ന ഗോവിന്ദപാദൻ എന്ന് പറഞ്ഞു. താമസിയാതെ അച്ഛൻ്റെ പ്രാണനും പോയി. ആ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് വിധവയായ അമ്മ, നോക്കാൻ ആരുമില്ല വേറെ. ആ അമ്മയുടെ സമ്മതത്തോടുകൂടി ആ കുട്ടി ഒറ്റയ്ക്കൊരൊറ്റ പോക്കാം. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അച്ഛനെ തന്നെ കിട്ടിയതുപോലെ തോന്നി ഉണ്ണിശങ്കരന്. അദ്ദേഹത്തിനോ തനിക്കൊരു സന്താനമുണ്ടായതുപോലെ തോന്നി. അവർ 2 പേരും തമ്മിൽ ഗുരുശിഷ്യ സമ്പർക്കം നടന്നു. ദീക്ഷ മേടിച്ചിട്ടുണ്ടാവും, ധ്യാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗോവിന്ദപാദൻ പറയുകയാണ്, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ പ്രഭാവവും സംഭാവ്യതയുമെല്ലാം. ആ ഉണ്ണിശങ്കരൻ്റെ ആ പ്രഭാവം, ആ പ്രതിഭയൊക്കെ കണ്ടപ്പോൾ തോന്നി നമ്മുടെ രാജ്യത്തിന്, വ്യാപകമായ രാജ്യത്തിന് ഒരു സംഭാവന ചെയ്യാൻ ഈ കുട്ടിക്ക് പറ്റും എന്നൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ പിതൃമനസ്സിലുണ്ടായി. എൻ്റെ മോനെ ഒന്ന് നോക്കൂ, ദാ ചെതൾ പിടിച്ച് കിടക്കണു. ഈ ഉപനിഷത്തുകളും ഉപനിഷത്ത് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുമെല്ലാം. ആ പറഞ്ഞ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ സ്ഥിതി എന്തായിരുന്നു എന്ന്. സിദ്ധാർത്ഥൻ രാജവംശത്തിൽ ജനിച്ച കുട്ടിയാണ്. അദ്ദേഹമാണ് പിന്നീട് ബുദ്ധനായി തീർന്നത്. ഒരു രാജകുമാരൻ സന്യാസം സ്വീകരിച്ച് ബുദ്ധനായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനൊരാകർഷണം തോന്നി കൂടെ കൂടി. അങ്ങനെ ബുദ്ധനെ തുടർന്ന് ബൗദ്ധമതം ഇവിടെ വളരെ ശക്തമായി പ്രചരിച്ചു. ഉപായപ്പെട്ട ശക്തിയൊന്നുമല്ല, അതികഠിനമായി പ്രകാശിച്ചു. അപ്പോൾ വേദാന്തത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അസ്തപ്രഭമായി തീർന്നു. അന്നിവിടെ ആശ്രമങ്ങളും സന്യാസിമാരും ഉണ്ടായിരുന്നിരിക്കണം. അവരൊക്കെ
അസ്തപ്രഭരായിരിക്കും. സിദ്ധാർത്ഥന് വൈരാഗ്യവും വിഷമവും തോന്നിയപ്പോൾ ചില ആശ്രമങ്ങളിലൊക്കെ അദ്ദേഹം ചെന്ന് കാണും. ആ വന്ന കുട്ടിയെ സ്വാഗതം ചെയ്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ, ഈ വരുന്നവർ പൃച്ഛകന്മാരാണ്, ബുദ്ധിയുള്ളവരാണെങ്കിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിൽ വേണം അവരോട് സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ച് ഗ്രഹിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതിന് മാത്രമുള്ള അനുഭവജ്ഞാനവും അതുപോലെ വേദജ്ഞാനവും രണ്ടും കൂടിയില്ല. അങ്ങനെ ആശ്രമങ്ങൾ പോലും അധപ്പതിച്ചിരിക്കുന്ന ഒരു കാല. അപ്പോൾ പോയേടത്തുനിന്നൊന്നും മറുപടി കിട്ടാതെ വളരെ വൈരാഗ്യത്തോടുകൂടി നിരാശയോടുകൂടി ആലപാഞ്ഞ് നടന്നതിന് ശേഷം ബോധിവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയമുണ്ടായത്. അതിൻ്റെ പേരിൽ ഈ വേദാന്തത്തിനെയെല്ലാം കംപ്ലീറ്റായിട്ട് മുഴുവനും പുറന്തള്ളി അദ്ദേഹം സ്വന്തമായ ചില നിഗമനങ്ങൾ സ്വന്തം ഭാഷയിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. വേദങ്ങൾ എന്നോടുകൂടി യോജിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് നല്ലത് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. വേദങ്ങൾ എന്നോടുകൂടി യോജിക്കുന്നുണ്ടെങ്കിൽ ഗുഡ് ഫോർ ദം. ഇഫ് ദേ എഗ്രി വിത്ത് മീ, വെൽ ആൻഡ് ഗുഡ് ഫോർ ദം. ഇഫ് ദേ ഡോണ്ട് എഗ്രി വിത്ത് മീ, ദ ലോസ് വിൽ ബി ദേഴ്സ്. ദേ വിൽ ബി ഫോർഗോട്ടൺ, ദേ വിൽ ബി ഡിസ്മിസ്ഡ് എന്നുവരെയാണത്രേ ബുദ്ധൻ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ കീഴിൽ നമ്മുടെ അശോകൻ വരെ കലിംഗ യുദ്ധത്തിന് ശേഷം വാളങ്ങട് ഊരിയിലോ ഇന്ന് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തിൽ അങ്ങനെ വേദാന്തം എന്നൊന്നും ഇല്ലാത്തിരുന്ന ഒരു കാലത്താണ് ഗോവിന്ദപാദൻ ശങ്കരാചാര്യനോട്, ഉണ്ണിശങ്കരനോട് ഇത് പറഞ്ഞത്. ഈ ശങ്കരാചാര്യൻ്റെ പേരെന്താന്നുള്ളതിനെപ്പറ്റി രസകരമായ ചില ചിന്താഗതികളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേരാണ് തോന്നുന്നു ശങ്കരൻ. അത് ശങ്കരാചാര്യൻ അങ്ങനെ ആക്കി തീർത്തു. സ്വതവേ അദ്ദേഹത്തിൻ്റെ പേര് ഭഗവത് പാദൻ എന്നാണത്രേ. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് ഗോവിന്ദപാദൻ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് ഗൗഡപാദൻ, ശങ്കരാചാര്യൻ്റെ പേര് ഭഗവത് പാദൻ എന്നാണത്രേ. അപ്പോൾ അത് ശങ്കരൻ കൂട്ടിച്ചേർത്ത് ശങ്കര ഭഗവത് പാദനാക്കിയതാണ്. സന്യാസിയാകുമ്പോൾ ഒരു പേരുമാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭഗവത് പാദൻ എന്നായിരുന്നു പേര് എന്നാണ് പറയണത്. അതെന്തോ ആവട്ടെ, അവിടെ ഇരിക്കട്ടെ. ആ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം പുറപ്പെട്ട് ആദ്യമായി ഭാഷ്യം എഴുതിയത് വിഷ്ണു സഹസ്രനാമത്തിനാണ്. അത് മഹാഭാരതത്തിലുള്ളതാണ്. ശങ്കരാചാര്യൻ ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് തന്നെ സംശയമാണ്. ഇന്നത്തെ നമ്മൾ കാണുന്ന ശ്രീമദ് ഭാഗവതം ഒന്നും കാണില്ല. ഉപനിഷത്തിൽ നിന്നും പരമാവധി മനുസ്മൃതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മഹാഭാരതത്തിൽ നിന്ന് മാത്രമേ ഉദ്ധരണികളുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇതിൽ. ആ വിഷ്ണു സഹസ്രനാമം അതിൽപ്പെട്ടതാണ്. അതിന് ഭാഷ്യം എഴുതിയതിന് ശേഷം പിന്നെ എഴുതിയത് ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനുമാണ്. അപ്പോൾ ആ ഉപനിഷത്തുകൾക്കെല്ലാം ഭാഷ്യം എഴുതുമ്പോൾ എവിടെയെങ്കിലും വേണമെങ്കിലൊക്കെ ഒരു വന്ദന ശ്ലോകം ചേർക്കും. ആ വന്ദന ശ്ലോകം എങ്ങനത്തതാവണമെന്നറിയോ നിങ്ങൾ? നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്തോ ആ വിഷയത്തോട് ഒട്ടി നിൽക്കുന്നതാവണം ആ പറയുന്ന വന്ദന ശ്ലോകം. ഇതങ്ങനെയാണ്. മാണ്ഡൂക്യോപനിഷത്തിൽ പ്രതിപാദിക്കുന്നത് എന്താ? നമ്മുടെ പ്രജ്ഞയാണ്. അതിലെ 7ാം മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് 7ാമത്തത്. അതിലെന്താ പറഞ്ഞിരിക്കണേന്നറിയോ? നാന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ. കഴിഞ്ഞു കാര്യം. നമ്മുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്രജ്ഞാവിശേഷമായി എല്ലാമായി അകവും പുറവുമായി ഉറക്കമായി ഉണർവായി സ്വപ്നമായി എല്ലാം പ്രകാശിക്കുന്ന ഒരു ഏകതത്വമുണ്ട്, ഏകാത്മപ്രത്യസാരം. അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉപശമിപ്പിക്കുന്നത്. ശാന്തമാണ്, ശിവമാണ്, അദ്വൈതമാണ്. അത് ചതുർത്ഥമാണ്, 4ാമത്തേതാണ്. അതിനെയാണ് വിജ്ഞേയ, അറിയേണ്ടതായിട്ടുള്ളത്. അപ്പം അതിനെ പിടിച്ചുകൊണ്ട് ശങ്കരാചാര്യൻ രചിച്ച ഒരു വന്ദന ശ്ലോകമാണിത്. പ്രജ്ഞാനാം സുപ്രധാനൈ സ്ഥിരചരനികരവ്യാപിഭിർവ്യാപ്യലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്തവിഷ്ഠാൻ പുനരഭിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വവിധി
മായയാ ഭോജയന്നോ മായാസംഖ്യാതുരീയം പരമമൃതമജം ബ്രഹ്മ യത്തന്നതോസ്മി. ഞാനിതാ നമസ്കരിക്കണു. ആരെ? നമ്മുടെ ഉള്ളിൽ ഇന്ദ്രിയങ്ങൾ മുഖേന. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഉള്ളിൽ ഇന്ദ്രിയങ്ങൾ മുഖേന എന്താ ഈ പുറത്തു വരണത്? ഉള്ളിലുള്ള ഉണർവിൻ്റെ ജ്ഞാനകിരണങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഞാൻ കണ്ണു തുറന്നാൽ കാണുന്നുണ്ടെങ്കിൽ ആ കാഴ്ചശക്തി കണ്ണിന് പുറമേ നിന്ന് കിട്ടുന്നതോ അതോ ഉള്ളിൽ നിന്ന് തൊടുത്തു വിടുന്നതോ? ഒന്ന് പറയണപ്പാ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തവർ ചിലരൊക്കെ ഉണ്ടല്ലോ, പ്രായമായ കാഴ്ച കുറഞ്ഞു എന്ന് പറയുന്നവരും ഇല്ലേ? അപ്പം നമ്മുടെ പ്രജ്ഞാനാംശുപ്രധാനൈ, പ്രജ്ഞാനം നമ്മുടെ ഉള്ളിലാണ് ഉണർവും ജ്ഞാനവും. അതിൻ്റെ കിരണങ്ങളുണ്ടല്ലോ, ആ കിരണങ്ങളിങ്ങനെ വിസ്തൃതമാവുകയാണ്. ആ കണ്ണിലൂടെ വരുന്ന കിരണങ്ങൾ എത്ര വിസ്താരമാണെന്ന് നോക്കൂ. എത്ര ദൂരമാണ് ഇതിന് സഞ്ചരിക്കാൻ പറ്റുക, എത്ര വിസ്താരമാണ് അത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ രണ്ട് കണ്ണ്. പ്രജ്ഞാനാംശുപ്രധാനൈ സ്ഥിരചരനികരവ്യാപിഭിർ വ്യാപ്യലോകാൻ. ആ ഉള്ളിൽ നിന്ന് അതിവിശാലവും വിസ്തൃതവുമായി പുറപ്പെടുന്ന ആ ജ്ഞാനകിരണങ്ങളുണ്ടല്ലോ, അത് സ്ഥിരചരനികരവ്യാപിഭി, അതിൽ സ്ഥിരവും ചരവുമായിട്ടുള്ളത്, സ്ഥാവരവും ജംഗമവുമായിരിക്കുന്ന വസ്തുക്കൾ അനവധിയുള്ള ഈ ലോകത്തിൽ അതിലെല്ലാം വ്യാപിച്ച് അതുമൂലം വ്യാപ്യലോകാൻ ലോകങ്ങൾ മുഴുവൻ എത്തുന്നു. നമ്മുടെ കണ്ണിൻ്റെ ഫാർ പോയിൻ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റിയാണപ്പാ. അതിൽ സ്വർഗവും വൈകുണ്ഠവും കൈലാസവും ഒക്കെ പെടും. കണ്ണിൻ്റെ ദൂരം എത്രയാ? അനന്ത ദൂരത്തിൽ ഒരു വസ്തുവിനെ, വലിപ്പമുള്ള ഒരു വസ്തുവിനെ പ്രതിഷ്ഠിച്ചാൽ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നാം കാണുന്ന നക്ഷത്രങ്ങളുടെ വലിപ്പം എത്രയാ? അവരെവിടെയാണ് നിൽക്കുന്നത്? ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെയാണ്. എന്നാലും നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് കണ്ണിൻ്റെ ശക്തിയാണ്. ആ ശക്തി ഉള്ളിൽ നിന്ന് വരുന്ന കിരണങ്ങളാണതിന്, ജ്ഞാനകിരണങ്ങൾ, ഉണർവിൻ്റെ കിരണങ്ങൾ. അങ്ങനെ ലോകത്ത് മുഴുവൻ വ്യാപിച്ച് ഭുക്വാ ഭോഗാൻ സ്തവിഷ്ഠാൻ പുനരഭിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ. ആ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ആ കിരണങ്ങൾ മുഖേന അതിവിശാലമായ ഈ ലോകവസ്തുക്കളുണ്ടല്ലോ, ആ ലോകവസ്തുക്കളെ മുഴുവൻ 17 മണിക്കൂറുകൾ പ്രതിദിനം അനുഭവിച്ച് അതുമാത്രമാണോ കിടന്നുറങ്ങണു? അപ്പോഴോ പുനരഭിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ. ആ ഉറങ്ങുന്ന സമയത്തോ ബുദ്ധിവൃത്തികൾ മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മവസ്തുക്കളെ ഉണ്ടാവുള്ളൂ. ആ സൂക്ഷ്മവസ്തുക്കൾ ഇതിന് സമാന്തരമാണ്, ഇവയെ അതിശയിക്കുന്നതുമാണ്. അങ്ങനെ ഇവയെ അതിശയിക്കുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശങ്കരനാചാര്യയുടെ കാര്യം, ജാഗ്രതത്തിൽ സംഭവിക്കാത്തൊരു കാര്യം സ്വപ്നത്തിൽ സംഭവിച്ചു, ജോലി പഠിച്ചു, എന്നിട്ട് അലസി തുളച്ചു. എന്താണ് ഇതിൻ്റെ മഹിമ എന്ന് ആലോചിക്കൂ. പുനരഭിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ. ജാഗ്രതത്തിലുള്ള പരാജയങ്ങളെ ജയങ്ങളാറ്റി മാറ്റാൻ പോലുമുള്ള സ്വപ്നാനുഭവങ്ങൾ നമുക്കുണ്ടാവാൻ സാധിക്കും. അങ്ങനെ പീത്വാ സർവാൻ വിശേഷാൻ, ഇങ്ങനെ പുറമേ സ്ഥൂല രൂപത്തിലും ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിലുമുള്ള അനുഭവങ്ങളെല്ലാം അനുഭവിച്ച് പീത്വാ സർവാൻ വിശേഷാൻ സ്വവിധി മധുരഭുങ് മായയാ ഭോജയന്നോ. കിടന്നുറങ്ങുമ്പോഴോ എന്താണ്? അതിമധുരമാണ് അനുഭവിക്കുന്നത്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും താനല്ലാത്ത വസ്തുക്കളെ രചിച്ച് ആ വസ്തുക്കളോടുകൂടി കൂട്ടുപിണഞ്ഞ് പലവിധമായ അനുഭവങ്ങൾ നുകരുന്നതായ ആ ഉള്ളുണർവ്, അതിനെയെല്ലാം വിട്ട് കണ്ടൻസ്ഡായിട്ടിരുന്ന് വെള്ളം ഐസായതുപോലെ ഇരുന്നതിന് ശേഷം
അവിടെ എല്ലാം ഒറ്റയ്ക്കിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ആ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ പുറപ്പെട്ടാൽ കൂട്ടാക്കില്ല ഉറങ്ങുന്നവർ. അത്ര രസമാണ് അവിടെ. മധുരഭൂ മായയാ ഭോജയന്നോ, അതിൻ്റെ മായാശക്തിയാൽ നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെ പോലും ഇതുപോലെ അനുഭവിപ്പിച്ച് എങ്ങനെ മായാസംഖ്യാതുരീയം പരമമൃതമജം. ഇവിടെ എല്ലാം കൂടി 3 എണ്ണാണ്. ഒന്ന് ജാഗ്രത, രണ്ടാമത് സ്വപ്നം, മൂന്നാമത് സുഷുപ്തി. ഈ 3 ഘടകത്തിലാണ് നമ്മുടെ അനുഭവങ്ങൾ മുഴുവനും ഉണർന്നിരിക്കുന്ന അനുഭവം, സ്വപ്നം കാണുമ്പോഴുള്ള അനുഭവം, ഉറങ്ങുന്ന സമയത്തുള്ള അനുഭവം. അങ്ങനെ ജാഗ്രത 1, സ്വപ്നം 2, സുഷുപ്തി 3 ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ 4മത്തതൊന്നും ഉണ്ടപ്പാ. ആര് ഉണരുന്നുവോ, ആര് സ്വപ്നം കണ്ടുവോ, ആര് ഉറങ്ങുന്നുവോ ആ ആളാണ് ഇങ്ങനെ 3നെയും മാറ്റി ഒരു വീട്ടിലുള്ള 3 മുറിയിൽ ഏതെങ്കിലും ഒരു മുറിയിൽ എപ്പോഴും ഒരാൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ 4മത്തൊരാളായിട്ടിരിക്കുന്ന പരമാമൃതമജം. അതാണ് പരം, അതാണ് പരമം, പരമാർത്ഥം, അമൃതം. അതാണ് ഇമ്മോർട്ടൽ, അനശ്വരം, അജം. അതിന് ജന്മമില്ല. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കുമാണ് ജന്മം. അവ കാണുന്ന വസ്തുക്കൾക്കാണ് ജന്മം. ആ ബ്രഹ്മത്തെ ഞാനിതാ നമസ്കരിക്കണമെന്ന്. ഇതാണ് ഈ ലയം വ്രജ എന്ന് പറയുന്നത്. അവിടേക്ക് ചെല്ലൂ, അവിടെ അണഞ്ഞു നിൽക്കൂ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കൂ, അതിൻ്റെ വിസ്താരമാണ് പ്രപഞ്ചം എന്ന് ബോധിക്കൂ, ഉണരൂ, സാക്ഷാത്കരിക്കൂ. പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്തി അമലേ ത്വയി രജ്ജുസർപ്പ ഇവ വ്യക്തം ഏവമേവ ലയം വ്രജ. നോക്കൂ, ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി 3 അവസ്ഥകളെയും കൊണ്ടുവന്ന് അതോടുകൂടി തട്ടിച്ചും ഒപ്പിച്ചും നോക്കി അവസാനം അവിടെ കിടക്കുന്ന ഈ പ്രജ്ഞാവിശേഷമാണ് ബ്രഹ്മം. അതിനെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചിന്താഗതിയുടെ മഹത്വം. കൂട്ടരെ ഒന്ന് മനസ്സിലാക്കൂ. നമുക്കിവിടെ ക്ഷേത്രങ്ങൾ അനവധിയുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാം മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്ത് നന്നാക്കാനുള്ളതാണ്. അവസാനം താൻ തേടിപ്പോകുന്നതും താൻ കണ്ടുപിടിക്കുന്നതും എല്ലാം തൻ്റെ തന്നെ ഉള്ളിലുള്ള പ്രക്രിയകളാണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് തുടരാം നാളെ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തൂ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഓം തത്സ. നമുക്കൊരു സമാപന ഓങ്കാരം ജപിക്കാം എല്ലാവരും കൂടെ. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കുകയായി. എല്ലാവരും അതിനുള്ള പോസ് എടുക്കൂ. നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. ആകാവുന്നിടത്തോളം വിഷമിക്കാതെ നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇത്തവണ അവസാനം ഒരു തവണ ഓങ്കാരം. ഇതാ ഓ